Welcome, Dr. Paul V. Matthew, the Habit Builder. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം. ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. ജീവിതം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതം വിജയം വേണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ ഹാബിറ്റിൽ ഫോക്കസ് ചെയ്യുക. ഹാബിറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഫൗണ്ടിങ് ബ്ലോക്കാണ്, ഫൗണ്ടേഷനാണ്. അത് മാറ്റിയാൽ തീർച്ചയായും ജീവിതം മാറും. അങ്ങനെയാണെങ്കിൽ ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഫിറ്റ്നസ് എന്ന് പറയുന്ന ഹാബിറ്റ്. മനസ്സിന് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുകയുള്ളൂ. ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മനസ്സിനും ആരോഗ്യമുണ്ടാകുകയുള്ളൂ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യമാണ് യഥാർത്ഥ ആരോഗ്യം എന്ന് പറയുന്നത്. അസുഖമില്ലാതിരിക്കുന്നതല്ല. നല്ല ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യമാണ്. എന്നാൽ ഫിറ്റ്നസ് എന്ന വിഷയത്തിൽ എന്ത് ഹാബിറ്റാണ് നാം പിന്തുടരേണ്ടത്? ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായി ഫംഗ്ഷൻ ചെയ്യണമെങ്കിലും നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിലും എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ചുരുങ്ങിയത് 12 ഗ്ലാസ്സെങ്കിലും ദിവസം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് റിസർച്ചേഴ്സ് പറയുന്നത്. തീർച്ചയായും നാം അത് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആണോ? എപ്പോഴും നാം വെള്ളം കുടിക്കുന്നുണ്ടോ? ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ? പല ആളുകൾക്കും പല പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഡയബറ്റിക്സ് ഉണ്ടാകുന്ന ആളുകളുണ്ട്, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, ടയർഡ്നെസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ബ്രെയിൻ പ്രോപ്പറായി വർക്ക് ചെയ്യാതെ മൈഗ്രെയിനും സൈനസും ഒപ്പം തന്നെ ഹെഡേക്ക് ബലം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേയല്ല, തീർച്ചയായും നാം റെഗുലർലി ഹൈഡ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ശാരീരികവും മാനസികവും വിഷമതകളിൽ നിന്ന് മാറുവാൻ സാധിക്കുമെന്ന് റിസർച്ചുകൾ പറയുകയാണ്. അടുത്ത കാര്യമാണ് എക്സസൈസ്. ഞാൻ നേരത്തെയും പല വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ഒരു മിറാക്കിൾ മോർണിംഗ് ഹാബിറ്റാണ് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്താൽ നല്ല സ്ലീപ്പ് കിട്ടും, ബോഡി ഫിറ്റ് ആകും, സ്ട്രെസ്സ് കുറയും, ആങ്സൈറ്റി കുറയും, ഹാപ്പിനെസ് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഡെയിലി ഒരു 20 മുതൽ അല്ലെങ്കിൽ 40 മിനിറ്റ് എക്സസൈസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? സ്ട്രെച്ച് ചെയ്യുന്നുണ്ടോ? ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും ചിന്തിക്കുക. ഭക്ഷണശീലങ്ങൾ, അതിനെക്കുറിച്ച് വിശദമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കിട്ടുന്നത് എന്തും കഴിക്കുകയും മോശമായ ഭക്ഷണം കഴിക്കുകയും വയർ നിറച്ച് കഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തീർച്ചയായും ആരോഗ്യകരമായിരിക്കുമെന്ന് ഉറപ്പാക്കുക. അതിനെക്കുറിച്ച് ടിപ്പുകൾ ഇനിയുള്ള വീഡിയോകളിലും പറയുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ റിസർച്ചുകളിൽ എനിക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കിയ കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നന്നായി ഉറങ്ങുവാൻ സാധിക്കുക. നന്നായി ഉറങ്ങുന്നവരുടെ ബ്രെയിനിൽ ഗ്രേ മാറ്റേഴ്സ് ധാരാളം ഉണ്ടാകുന്നു. അവർക്ക് മെമ്മറി കൂടുന്നു, അവർക്ക് റീടെൻഷൻ കൂടുന്നു, കോൺസെൻട്രേഷൻ ഫോക്കസും കൂടുന്നു, മാനസികാരോഗ്യം കൂടുന്നു, സൗന്ദര്യം കൂടുന്നു. ഇങ്ങനെ ധാരാളം ഗുണങ്ങളാണ് സ്ലീപ്പിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് അല്ലാതെ അൺഡിസ്ട്രാക്റ്റഡായി ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ 8 മണിക്കൂർ ഉറങ്ങുവാൻ സാധിക്കുന്നെങ്കിൽ യു വിൽ ബി വെരി ഹെൽത്തി. അതർവൈസ് യു ആർ ഗോയിങ് ടു എ സ്ലോയിങ് ഡെത്ത്. അപ്പോൾ അതുകൊണ്ട് നന്നായി ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതും ഫിറ്റ്നസിൻ്റെ ഒരു ഹാബിറ്റായി ഓർത്തിരിക്കുക. ഫിറ്റ്നസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ സ്ട്രെസ്സാണ്. ഇല്ലാത്തതിനെക്കുറിച്ചുള്ള സ്ട്രെസ്, നഷ്ടപ്പെടുമെന്നുള്ള സ്ട്രെസ്. ഈ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തെ വരിഞ്ഞു മുറുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം കളയുകയും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം സാധ്യമാണോ? ടെൻഷനും ആങ്സൈറ്റിയും ഇല്ലാത്ത ജീവിതം സാധ്യമാണോ? അതിന് എന്തെല്ലാം ചെയ്യാമെന്നുള്ളത് പല പുസ്തകങ്ങളും ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും സ്ട്രെസ്ഫുൾ അല്ലാത്ത ജീവിതം ഒരു ഹാബിറ്റാക്കി മാറ്റുവാൻ ശ്രമിക്കുക. ഈ സ്ട്രെസ്സിനോടൊപ്പം പറയുന്ന കാര്യമാണ് ഫൺ ഉണ്ടാക്കുക. എത്ര സമയമാണ് നാം ചിരിക്കുന്നത്? നാം ചുമ്മാ ഒന്ന് ചിരിക്കുകയാണെങ്കിൽ, ആർട്ടിഫിഷ്യലായി ചിരിക്കുകയാണെങ്കിൽ തന്നെ ബ്രെയിൻ ഹാപ്പി ആകുമെന്നാണ് പറയുന്നത്. ഫൺ ആയിട്ടുള്ള മൊമെൻറ്റ് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അത് ഫാമിലിയിലാകാം, ഫ്രണ്ട്സ് സർക്കിളിലാകാം, അല്ലെങ്കിൽ മൂവീസ് കണ്ടിട്ടാകാം, വീഡിയോസ് കണ്ടിട്ടാകാം. നാം മാക്സിമം ചിരിക്കാൻ ശ്രമിക്കുക. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സീരിയസ് ആയി എപ്പോഴും ഗൗരവപൂർവ്വം നിൽക്കേണ്ടതല്ല. ധാരാളം ഫണ്ണും ധാരാളം ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സും എല്ലാം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഫൺ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പാർട്ടാക്കുവാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം വീണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ അത് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. എന്ന് മാത്രമല്ല, ധാരാളം ആളുകൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമായി പറയുന്നതുമാണ്. വളരെയധികം പിവറ്റലായിട്ടുള്ള ഷിഫ്റ്റ്, പാടിയുമായിട്ടുള്ള ഷിഫ്റ്റ് ലൈഫിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ടുവരുവാനും മനസ്സിനെ പീസ്ഫുൾ ആക്കുവാനും നല്ലൊരു സ്കില്ലാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഡെയിലി ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ സൈലൻസ് മൈൻഡിനെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവെന്ന് ചിന്തിക്കുക. അവസാനമായി എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള സ്വാസ്ഥ്യം, വെൽനെസ്, ഹെൽത്ത് ഉണ്ടാകണമെങ്കിൽ നെഗറ്റീവ് ഹാബിറ്റ്സിനെ ഒഴിവാക്കുക. അത് ഡയറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിംഗ് ആകാം, ഡ്രിങ്കിങ് ആകാം, ഡ്രഗ്സ് ആകാം. അത്തരം നെഗറ്റീവായ എല്ലാ ഹാബിറ്റുകളും ഒഴിവാക്കുക. അറ്റ് ദ സെയിം ടൈം മനസ്സിനെ ബാധിക്കുന്ന നെഗറ്റീവായ ഹാബിറ്റ്സ് ഉണ്ട്. നെഗറ്റീവ് തിങ്കിങ്, അൺനെസറി സ്ട്രെസ്, കുറ്റം പറയുക, പരാതി പറയുക, എപ്പോഴും സ്ട്രെസ് അടിച്ചിരിക്കുക, എപ്പോഴും ഡാർക്കായിരിക്കുക തുടങ്ങിയതായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ്, അസൂയ, അഹങ്കാരം തുടങ്ങിയ നെഗറ്റീവ് ഇമോഷൻസ്, അതിനെയും മാറ്റിവെച്ച് പോസിറ്റീവ് ഇമോഷൻസിനെ എംബ്രേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം സക്സസ്ഫുള്ളായി മാറുന്നു. ജീവിതം സന്തോഷിക്കാൻ ആഗ്രഹമുണ്ടോ? ജീവിതം നന്നാക്കുവാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഈ ട്രേറ്റ്സിനെ പിന്തുടരുക. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്. ജീവിതം സന്തോഷമാക്കുവാൻ സാധിക്കും. ഇറ്റ് ഈസ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ.